സുഹൃത്തുക്കളെ, വയനാട്ടിലെ മുണ്ടക്കയിലും സമീപ പ്രദേശങ്ങളിലുമായി നടന്ന ഭയാനകമായിട്ടുള്ള ആ പ്രകൃതി ദുരന്തത്തിൻ്റെ, ആ ഉരുൾപൊട്ടലിൻ്റെ പ്രത്യാഘാതങ്ങളും അതിൻ്റെ ദുരിതപൂർണമായിട്ടുള്ള രംഗങ്ങളും ഒന്നും നമ്മുടെ മനസ്സിൽ നിന്ന് ഇതുവരെ പോയിട്ടില്ല. 30-ാം തീയതി നടന്ന ആ ദുരന്തം ആയിട്ടും അതിൻ്റെ തിരച്ചിലുകളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോകാനല്ല ഞാനിവിടെ ശ്രമിക്കാൻ പോകുന്നത് വയനാട്ടിൽ മുണ്ടക്കൈ ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ ഉരുൾപൊട്ടൽ നടക്കുന്നതിന് മുമ്പ് ആ പ്രദേശങ്ങളിലും സമീപ പ്രദേശങ്ങളിലും എന്തൊക്കെ തരത്തിലുള്ള നിർമ്മാണ പ്രവർത്തനങ്ങളാണ്, അനധികൃത നിർമ്മാണങ്ങളാണ് നടന്നത് എന്നുള്ളത് സംബന്ധിച്ച ഗൂഗിൾ മാപ്പിൽ നിന്നുള്ള ഞെട്ടിക്കുന്ന ചിത്രങ്ങൾ എൻ്റെ പ്രേക്ഷകരെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോയിലൂടെ ശ്രമിക്കാൻ പോകുന്നത്. ആ ചിത്രങ്ങൾ കണ്ടതിന് ശേഷം പ്രമുഖ പരിസ്ഥിതി പ്രവർത്തകനായിട്ടുള്ള ശ്രീമാൻ രാജഗോപാൽ കമ്മത്ത് അതിൻ്റെ പ്രത്യാഘാതങ്ങളെക്കുറിച്ച് അദ്ദേഹത്തിൻ്റെ ഒരു സംഭാഷണവും കൂടി എൻ്റെ പ്രേക്ഷകരെ ഞാൻ കേൾപ്പിക്കുന്നതായിരിക്കും. അപ്പോൾ ആദ്യമായി നമ്മൾ കാണാൻ പോകുന്നത് ഈ ദുരന്തം നടന്ന ഭൂമിയിൽ ദുരന്തം നടക്കുന്നതിന് തൊട്ടു മുമ്പുണ്ടായിരുന്ന അനധികൃതമായിട്ടുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ, ഒളിച്ച് ഡിസ്ഗൈസ്ഡായിട്ട് നടക്കുന്ന പാറമടകൾ, വലിയ തോതിലുള്ള വാട്ടർ സ്റ്റോറേജുകൾ, ഇതിൻ്റെയൊക്കെ ഞെട്ടിക്കുന്ന ചിത്രങ്ങളാണ് നമ്മൾ ഇനി ഓരോന്നായി കാണാൻ പോകുന്നത്. ആദ്യമായി നമ്മൾ കാണാൻ പോകുന്ന ചിത്രം വയനാട് പുഞ്ചിരിമറ്റം എന്ന് പറഞ്ഞ പ്രദേശത്തുള്ള വലിയ വാട്ടർ സ്റ്റോറേജ്, അതുപോലെ തന്നെ നിർമ്മാണ പ്രവർത്തനങ്ങൾ, അതുപോലെ തന്നെ ഒളിച്ച് നടക്കുന്ന പാറമട പ്രവർത്തനം. അതാണ് ആദ്യത്തെ ചിത്രം ഇപ്പോൾ നമ്മൾ സ്ക്രീനിൽ കാണാൻ പോകും. രണ്ടാമത്തെ ചിത്രവും ഏതാണ്ട് അതുമായി ബന്ധപ്പെട്ടത് തന്നെ. അതിനകത്ത് ആ ചുമന്ന ആരോ ഇട്ടിരിക്കുന്ന ആ ഭാഗമാണ് ഈ പറഞ്ഞ പോലെ ആദ്യത്തെ ചിത്രത്തിൽ ഈ വാട്ടർ സ്റ്റോറേജും അപ്പുറത്ത് ഒളിച്ച് നടക്കുന്ന പാറമടയും ഒന്നാമത്തെ ചിത്രത്തിൽ കാണാം. രണ്ടാമത്തെ ചിത്രത്തിലും ഏതാണ്ട് അത് തന്നെ കാണാം. മൂന്നാമത്തെ ചിത്രത്തിൽ പുഞ്ചിരിമറ്റത്തെ ഉരുൾപൊട്ടൽ നടന്ന പ്രദേശത്തിനടുത്തുള്ള വലിയ നിർമ്മാണ പ്രവർത്തനം, വലിയ വാട്ടർ സ്റ്റോറേജ്, അതുപോലെ തന്നെ ഒളിച്ച് നടക്കുന്ന പാറമട പ്രവർത്തനം, അതിൻ്റെ ചിത്രങ്ങളാണ് വീണ്ടും നമ്മൾ കാണുന്നത്. അതെല്ലാം ഈ പുഞ്ചിരിമറ്റത്ത് ഈ ഇത് നടന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. അടുത്തത് നമ്മൾ കാണുന്നത് ചൂരൽമലയിൽ നടന്ന ഉരുൾപൊട്ടൽ നടന്ന പ്രദേശത്ത് അതിനു മുമ്പുണ്ടായിരുന്ന നിർമ്മാണ പ്രവർത്തനങ്ങളുടെ വിശദാംശങ്ങളാണ് കാണുന്നത്. ആലോചിച്ച് നോക്ക്, എത്ര ഭീകരമായിട്ടുള്ള നിർമ്മാണ പ്രവർത്തനങ്ങളാണ് അവിടെ ഉണ്ടായിരുന്നത്. അവിടെ നടന്നിട്ടുള്ള വനനശീകരണം, അതുപോലെ തന്നെ ഒളിച്ചു നടക്കുന്ന പാറമടകൾ, അതുപോലെ തന്നെ അടുത്ത ചിത്രവും അതുപോലെ തന്നെയാണ്. ചൂരൽമലയിലെ ഇതാണ്. മൂന്നാമത്തെ ചിത്രവും ചൂരൽമലയാണ്. നാലാമത്തത് 5, അതെല്ലാം ചൂരൽമലയിൽ ഉള്ള നിർമ്മാണ പ്രവർത്തനങ്ങളുടെ ചിത്രങ്ങളാണ് നമ്മൾ ഈ ഒന്നിനു പുറകെ ഒന്നായി കാണുന്നത്. അതുപോലെ തന്നെ നമ്മൾ അടുത്തത് കാണുന്നത് മുണ്ടക്കയിൽ ഉരുൾപൊട്ടൽ ഉണ്ടാകുന്നതിന് മുമ്പുള്ള നിർമ്മാണ പ്രവർത്തനം, അതായത് ചെരിവുള്ള പ്രദേശങ്ങളിൽ മുഴുവൻ നടക്കുന്ന നിർമ്മാണ പ്രവർത്തനങ്ങൾ, വലിയ വാട്ടർ സ്റ്റോറേജുകൾ, അതായത് ലക്ഷക്കണക്കിന് ലിറ്റർ വെള്ളം സ്റ്റോർ ചെയ്യാൻ കഴിഞ്ഞിട്ടുള്ള വാട്ടർ സ്റ്റോറേജുകൾ, അതുപോലെ തന്നെ വനം കൊള്ള, അതായത് ട്രീ ഫെല്ലിങ് നടന്നിട്ടുള്ള പ്രദേശങ്ങൾ, അതൊക്കെ തന്നെയാണ് ആ ചിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. അതുപോലെ അടുത്ത ചിത്രം എന്ന് പറഞ്ഞാൽ ലാൻഡ് സ്ലൈഡ്, അതായത് ഇത് നടന്നതിന് 400 മീറ്റർ അടുത്തുള്ള ഒരു റെക്ടാങ്കുലർ ആയിട്ടുള്ള വലിയൊരു വാട്ടർ സ്റ്റോറേജ്, അത് മലഞ്ചെരിവിലാണ് നടക്കുന്നത്. അതുപോലെ തന്നെ അടുത്ത ചിത്രം ഈ ഉരുൾപൊട്ടൽ നടന്നതിന് 300 മീറ്റർ അപ്പുറത്തുള്ള വനനശീകരണത്തിൻ്റെ ഒരു ചിത്രം. അതുപോലെ തന്നെ ഈ ഉരുൾപൊട്ടൽ നടന്നതിന് 300 മീറ്റർ അപ്പുറത്ത് വലിയ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നതിൻ്റെ ചിത്രം, 200 മീറ്ററിൻ്റെ അപ്പുറത്ത് നടക്കുന്ന ചിത്രം, 500 മീറ്ററിന് അപ്പുറത്ത് നടക്കുന്ന ചിത്രം, 200 മീറ്റർ, അത്തരത്തിലുള്ള ചിത്രങ്ങൾ ആണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിൽ നിന്നും കൃത്യമായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം, വയനാട്ടിൽ ഈ ഉരുൾപൊട്ടൽ നടന്ന പ്രദേശത്ത് ഉരുൾപൊട്ടൽ നടക്കുന്നതിന് മുമ്പ് വലിയ തോതിലുള്ള നിർമ്മാണ പ്രവർത്തനങ്ങളും, വലിയ തോതിൽ ജലം ശേഖരിച്ച് വെക്കുന്ന വലിയ സ്റ്റോറേജ് ടാങ്കുകളും, ലക്ഷക്കണക്കിന് ലിറ്റർ വെള്ളം സ്റ്റോർ ചെയ്യാനുള്ള നിർമ്മാണ ടാങ്കുകൾ, അതുപോലെ തന്നെ ഒളിച്ചു നടക്കുന്ന പാറമട പ്രവർത്തനം, അതെല്ലാമാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അതിൻ്റെ ഗൂഗിൾ എർത്ത് മാപ്പിൽ നിന്നുള്ള ഈ ഉരുൾപൊട്ടൽ നടക്കുന്നതിന് മുമ്പുള്ള ചിത്രങ്ങളാണ് നമ്മൾ ഇതുവരെ കണ്ടുകൊണ്ടിരുന്നത്. ഇനി ഇതിൻ്റെ പ്രത്യാഘാതങ്ങളെക്കുറിച്ച് പ്രശസ്ത പരിസ്ഥിതി പ്രവർത്തകനായിട്ടുള്ള ശ്രീമാൻ രാജഗോപാൽ കമ്മത്ത് വിശദമായി നടത്തുന്ന ഒരു സംഭാഷണം, ആ സംഭാഷണമാണ് ഇനി നമ്മൾ കേൾക്കാൻ പോകുന്നത്. ഇതിൻ്റെ പ്രത്യാഘാതങ്ങളെക്കുറിച്ചിട്ട് ആ സംഭാഷണത്തിലേക്കാണ് ഇനി നമ്മൾ പോകാൻ പോകുന്നത്. വയനാടുണ്ടായ മഹാദുരന്തത്തിൽ നിന്നും നമ്മളൊന്നും മുക്തരായിട്ടില്ല. കാരണം ഇത് കേരളത്തിൻ്റെ മുകളിൽ വലിയൊരു ആഘാതമാണ് ഇത് വരുത്തി വച്ചിരിക്കുന്നത്. ഓരോ കേരളീയൻ്റെ മനസ്സിൽ
തുടർച്ചയായി ദുഃഖമുണ്ടാകുന്ന ഒരു അവസ്ഥയാണ്. നമ്മൾ ആ അവസ്ഥയിൽ കൂടെ കടന്നു പോകുമ്പോൾ എന്തുകൊണ്ടാണ് ഈ ദുരന്തം ഇത്രയും ഭീകരമായതുള്ളതെന്ന് നമുക്ക് അന്വേഷിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഈ സമയത്തത് വേണമോ വേണ്ടയോ എന്നുള്ള ഒരു കാര്യം കൂടിയുണ്ട്. പക്ഷെ എന്നിരിക്കലും നമ്മൾ ഇപ്പോഴെങ്കിലും ഇതിനെക്കുറിച്ച് അന്വേഷിക്കുകയും പറയുകയും ചെയ്തില്ലെങ്കിൽ അത് ശരിയാവില്ല. ഇപ്പോൾ ആദ്യം തന്നെ മറ്റൊരു വിചിത്രമായ ഒരു ഓർഡർ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് വന്നു. അവരുടെ ഗവൺമെൻറ് ഉടമസ്ഥതയിലുള്ള സയൻറ്റിഫിക് ഇൻസ്റ്റിറ്റ്യൂഷൻസിലെ ആളുകൾ ഇതേക്കുറിച്ച് അഭിപ്രായം പറയുകയോ പഠിക്കാൻ ചെല്ലുകയോ ചെയ്യരുതെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു കാരണമെന്ന് പറയുന്നത് അവിടെ എന്തോ കൈകടത്തലും മറ്റ് ആക്ടിവിറ്റീസും നടന്നിട്ടുണ്ട്. അത് ലോകം പുറത്തറിയുന്നുള്ളതിൻ്റെ അത് ഭയന്നിട്ടായിരിക്കണം അങ്ങനെ ചെയ്തത്. അപ്പോൾ അതേക്കുറിച്ച് അന്വേഷിക്കുമ്പോൾ വളരെ സ്തോഭജനകമായിട്ടുള്ള കാര്യങ്ങളാണ് ശ്രദ്ധയിൽപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ ഒറ്റ നോട്ടത്തിൽ ഇത്രയും വലിയൊരു ആഘാതം അവിടെ ഉണ്ടാകാൻ പാടില്ലായിരുന്നു. പൊതുവേ മലഞ്ചെരിവുകൾ എന്ന് പറയുന്നത്, ഹിൽ സ്ലോപ്സ് എന്ന് പറയുന്നത് ഈ ഉരുൾപൊട്ടലിന് വളരെ വൾണറബിളാണ്. കാരണം മിക്കവാറും എല്ലാ സ്ഥലത്തും ഹിൽ സ്ലോപ്സിലും ചെറിയ തോതിലുള്ള ഉരുൾപൊട്ടലുകൾ ഉണ്ടാകാറുണ്ട്. അത് സ്വാഭാവികമായിട്ടുള്ള പ്രകൃതിയുടെ ഒരു പ്രക്രിയയാണ്. അതൊരു നേച്ചറിൻ്റെ ഒരു കറക്ഷനാണത്. അപ്പോൾ അത്തരത്തിലുള്ള ഉരുൾപൊട്ടലുകൾ മറ്റ് മിക്ക സ്ഥലങ്ങളിലും കാടിനുള്ളിലും ഒക്കെ ഉണ്ടാകാറുണ്ട്. അതൊക്കെ ചെറുകിട ഉരുൾപൊട്ടലുകളാണ്. എന്നാൽ ഇവിടുത്തെ ഇമ്പാക്റ്റ് എന്ന് പറയുന്നത് 500-നും 1000-നും ഇടയ്ക്ക് ആളുകൾ മരണപ്പെട്ടിട്ടുണ്ടാകും എന്നുള്ളതാണ് തോന്നുന്നത്. കാരണം 2 ഗ്രാമങ്ങൾ മുഴുവനായിട്ടും ഒലിച്ചു പോവുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിൽ റെക്കോർഡ് ചെയ്യപ്പെട്ടുള്ളവരും ഇല്ലാത്തവരുമായിട്ടുള്ള ധാരാളം ആളുകൾ മണ്ണിനടിയിൽ പോയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ആഘാതം എത്രയാണെന്ന്, കേരളം അനുഭവിച്ചിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ ദുരന്തമാണ് വയനാട് നടന്നിട്ടുള്ളത്. അപ്പോൾ ഇതേക്കുറിച്ച് അന്വേഷിച്ചപ്പോൾ ഇതിൻ്റെ സാറ്റലൈറ്റ് പിക്ചറാണ് സഹായത്തിനെത്തിയത്. പ്രത്യേകിച്ച് ഗൂഗിൾ മാപ്പിലെയും ഗൂഗിൾ എർത്തിലെയും സാറ്റലൈറ്റ് പിക്ചറുകളാണ് ഇതേക്കുറിച്ച് പഠിക്കാനായിട്ട് സഹായത്തിനെത്തിയത്. അപ്പോൾ ഗൂഗിൾ മാപ്പിൽ നോക്കിയപ്പോൾ തന്നെ അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് വളരെ വലുതാണെന്ന് മനസ്സിലായി. ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത് അവിടെ വലിയ രീതിയിലുള്ള വൃക്ഷ നശീകരണവും അതുമാത്രമല്ല ധാരാളം ഖനന പ്രവർത്തനങ്ങളും നടന്നിട്ടുണ്ട്. അതുകൂടാതെ തന്നെ ധാരാളം റിസോർട്ടുകൾ, അവിടുത്തെ പ്ലാന്റേഷനുകളും മറ്റേ മരങ്ങളൊക്കെ ക്ലിയർ ചെയ്തിട്ട് വലിയ വലിയ കുഴികളും കുഴിച്ചിട്ട് വലിയ റിസോർട്ടുകൾ അവിടെ പണിതിട്ടുണ്ട്. പലയിടങ്ങളിലും ഈ റിസോർട്ടുകളുടെ ഭാഗങ്ങളിലായിട്ട് വലിയ കുഴികളെടുത്തിട്ട് അവിടെ വെള്ളം സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് വളരെ വലിയ ഏരിയയാണ്. ഈ ഒരു ഇത്തരത്തിലുള്ള വാട്ടർ സ്റ്റോറേജ് ഉണ്ടാക്കുക എന്ന് പറയുന്നത് അവിടെ പാറ പൊട്ടിച്ചെടുത്തെങ്കിലല്ലേ ഇത്തരത്തിലുള്ള വലിയ സ്റ്റോറേജ് ഉണ്ടാക്കാൻ കഴിയുള്ളൂ. അപ്പോൾ ഓരോ കൺസ്ട്രക്ഷൻ്റെയും അടുത്ത് വലിയ സ്വിമ്മിംഗ് പൂളുകളും അതുപോലെ തന്നെ റെക്റ്റാങ്കുലറായിട്ടുള്ള വലിയ വാട്ടർ സ്റ്റോറേജുകളും ഒക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്നുള്ള പാറ എടുത്തിട്ടായിരിക്കണം മിക്കവാറും ഈ കൺസ്ട്രക്ഷൻസ് നടത്തിയിട്ടുള്ളത്. അതുമാത്രവുമല്ല, ഇതൊക്കെ കൺസ്ട്രക്ഷൻ നടത്തി അവിടെ പലരും പറയുന്നത് കേട്ടു, അതെല്ലാം പൈലിങ് നടത്തിയിട്ടാണ്. ഉറപ്പിന് വേണ്ടി ഹിൽ സ്ലോപ്പ് ആയതുകൊണ്ട് വളരെ ആഘാതം വരുത്തത്തക്ക രീതിയിലുള്ള പൈലിങ് അവിടെ നടത്തിയിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അവിടെ ഒരു ചുറ്റുപാടുള്ളവർ പറയുന്നുണ്ടായിരുന്നു നല്ല പൈലിങ് നടത്തിയിട്ടുണ്ടെന്ന്. അപ്പോൾ ആ പൈലിങ്ങിൻ്റെ ആഘാതം ആ മലഞ്ചെരുവിന് എത്രത്തോളം വരുത്തി വെച്ചിരിക്കാമെന്ന് ഊഹിക്കാവുന്നതേ ഉള്ളൂ. അതുപോലെ പല സ്ഥലങ്ങളിലും ഈ പുഞ്ചിരിമട്ടത്ത് ലാൻഡ് സ്ലൈഡ് ഉണ്ടായതിൻ്റെ തൊട്ടടുത്ത് 400 മീറ്റർ അടുത്ത് വളരെ വലിയൊരു കൺസ്ട്രക്ഷൻ നടന്നിട്ടുണ്ട്. അവിടെയും ഇതുപോലുള്ള വാട്ടർ സ്റ്റോറേജും റിസോർട്ടാണെന്ന് തോന്നുന്നു. 3-4 സ്ഥലങ്ങളിൽ വലിയ കുളങ്ങൾ വെള്ളം ശേഖരിച്ച് വെച്ചിരിക്കുകയാണ്. അപ്പോൾ അത് നല്ല ആഴത്തിലായിരിക്കണം ഇത്തരത്തിലുള്ള വെള്ളം ശേഖരിച്ച് വെച്ചിട്ടുള്ളത്. അപ്പം അവിടുത്തെ ആ കുഴിക്കണമെന്നുണ്ടെങ്കിൽ പാറ കുഴിക്കണം, എന്നാലല്ലേ അവിടെ ആ ഒരു സ്ട്രക്ചർ ഉണ്ടാവുകയുള്ളൂ. പിന്നെ അത് മാത്രമല്ല കൺസ്ട്രക്ഷൻ ആക്ടിവിറ്റി, പിന്നെ ഇതിനു വേണ്ടിയുള്ള മണലും കട്ടയൊക്കെ എടുക്കാനായിട്ട് അവിടെ ചുറ്റുപാടുമൊക്കെ ധാരാളം മൈനിങ് ആക്ടിവിറ്റി നടന്നിട്ടുണ്ട്. ഇപ്പോൾ ആദ്യം ചൂരൽമലയിലാണ് ഉരുൾപൊട്ടലുണ്ടായെന്നാണ് ഞാൻ കേട്ടത്. അപ്പോൾ അങ്ങനെയെങ്കിൽ ചൂരൽമല മുണ്ടക്കൈ ഭാഗത്ത് നോക്കിക്കഴിഞ്ഞാൽ മുണ്ടക്കൈ ഭാഗത്ത് ഉരുൾപൊട്ടലുണ്ടായ സ്ഥലത്ത് ഏകദേശം 4-5 അടി ആഴത്തിൽ വളരെ വ്യാപകമായ രീതിയിൽ എനിക്ക് തോന്നുന്നു ഏക്കർ കണക്കിന് അവിടെ മണലും മറ്റേ ഈ കട്ടയൊക്കെ മുറിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ തൊട്ടടുത്ത് കൂടിയാണ് ഇരുവരിഞ്ഞിപ്പുഴ ഒഴുകുന്നത്. അപ്പോൾ അവിടെയാണ് ഈ ലാൻഡ് സ്ലൈഡ് ഉണ്ടായിട്ടുള്ളത്. എനിക്ക് തോന്നുന്നു അവിടെയോ ചൂരൽമലയിലോ ഉണ്ടായ ആഘാതമായിരിക്കണം ആ മലഞ്ചെരുവിനെയും ബാധിച്ച ആ മൊത്തമായിട്ട് ഇടിഞ്ഞിങ്ങ് പോരാനായിട്ടുള്ള കാരണം.
ഗൂഗിൾ മാപ്പിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് പഴയ പിക്ചറാണ്, അതായത് ഈ ലാൻഡ് സ്ലൈഡ് ഉണ്ടാകുന്നതിന് മുമ്പുള്ള പിക്ചറാണ്. അപ്പോൾ നമുക്ക് വ്യക്തമായിട്ട് തന്നെ അവിടുത്തെ ആ ടെറൈൻ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും, ഈ ലാൻഡ് സ്ലൈഡ് ഉണ്ടാകുന്നതിന് മുമ്പുള്ള. അപ്പം വ്യാപകമായ രീതിയിലുള്ള കയ്യേറ്റങ്ങൾ അവിടെ നടന്നിട്ടുണ്ട്. പിന്നെ മലമുകളിൽ തന്നെ പലയിടങ്ങളിലും ഈ മൈനിങ്ങും ഒക്കെ നടന്നതായിട്ട് കാണുന്നുണ്ട്. പിന്നെ റോഡ് നിർമ്മിക്കാനായിട്ട് ധാരാളം കൺസ്ട്രക്ഷൻസ് അവിടെ നടന്നിട്ടുണ്ട്. പിന്നെ വാട്ടർ സ്റ്റോറേജിന് വേണ്ടിയുള്ള വലിയ കുളങ്ങൾ അവിടെ വെച്ചിട്ടുണ്ട്, സ്വിമ്മിംഗ് പൂള്. അപ്പോൾ ഒരു റിസോർട്ടുകാരൻ പറയുന്നത് കേട്ടോ, അയാളുടെ റിസോർട്ടിൽ സ്വിമ്മിംഗ് പൂൾ വരെ ഉണ്ടെന്ന്. അപ്പോൾ മലഞ്ചെരുവിൽ ആരെങ്കിലും സ്വിമ്മിംഗ് പൂൾ ഇതുപോലെ വെക്കുമോ? എന്തൊരു മണ്ടത്തരമാണിത്. അതുപോലെ തന്നെ ഒരു സ്വിമ്മിംഗ് പൂളല്ല, എനിക്ക് തോന്നുന്നു ഒരു 10-25 വാട്ടർ സ്റ്റോറേജുകൾ ആ ചുറ്റുപാടും തന്നെ ഉണ്ട് മുണ്ടക്കയിൽ. അതുപോലെ തന്നെ ചൂരൽമലയിലും ഉണ്ട്. പിന്നെ അതിന് അപ്പുറത്തും ഇപ്പുറത്തുമായിട്ട് ഈ ഇരുവരിഞ്ഞി പുഴ എന്ന് പറയുന്നത് ചെറിയ രീതിയിൽ ഒഴുകുന്ന പുഴയായിരുന്നു അവിടെ. അപ്പോൾ അതിൻ്റെ അപ്പുറത്തും ഇപ്പുറത്തും ഒക്കെ ഹിൽ സ്ലോപ്പിലും, ഒരു ഭാഗത്ത് ഹിൽ സ്ലോപ്പാണ്, അതിനിപ്പുറം പരന്ന പ്രദേശമാണ്. ഈ രണ്ട് ഭാഗങ്ങളിലും വ്യാപകമായ കയ്യേറ്റവും കൺസ്ട്രക്ഷൻസും ഒക്കെ നടന്നിട്ടുണ്ട്. അപ്പോൾ അവിടെയൊക്കെ മൈനിങ് നടന്നിട്ടുണ്ട്. അവിടെയൊക്കെ ആ ഫോറസ്റ്റ് ക്ലിയർ ചെയ്തിട്ടാണ് ഇതെല്ലാം ചെയ്തിട്ടുള്ളത്. അതിൻ്റെ ചുറ്റുവട്ടത്തായിട്ട് ഞാൻ മറ്റൊരു കാര്യം നോക്കി. ഈ ലാൻഡ് സ്ലൈഡ് ഉണ്ടായതിൻ്റെ മലയുടെ തൊട്ടപ്പുറത്ത് ഏകദേശം 2 കിലോമീറ്റർ ഏരിയൽ ഡിസ്റ്റൻസിൽ ധാരാളം മൈനിങ് ആക്ടിവിറ്റി ഒളിപ്പിച്ച് നടത്തുന്നുണ്ട്. പിന്നെ അത് മാത്രമല്ല ഒരുപാട് കൺസ്ട്രക്ഷൻസ് ഉണ്ട്. ഈ മലയുടെ 8 കിലോമീറ്റർ ദൂരത്തായിട്ട് കുറേ ക്വാറികൾ ഞാൻ കണ്ടു. വളരെ വലിയ ഭീമാകാരമായ ക്വാറികൾ ഈ മലനിരകളുടെ അടുത്തായിട്ട് കണ്ടു. ഇപ്പം ക്വാറികളുടെ പ്രത്യേകത എന്ന് പറയുന്നത് അത് ബ്ലാസ്റ്റിങ്ങിലൂടെയാണ് പാറ ശേഖരിക്കുന്നത്. ഈ ബ്ലാസ്റ്റിംഗ് എന്ന് പറയുന്നത് വളരെ വലിയ എനർജി റിലീസ് ഉണ്ടാകുന്നതാണ്. തുടർച്ചയായിട്ട് ബ്ലാസ്റ്റിംഗ് നടത്തുമ്പോൾ ഏകദേശം 20 കിലോമീറ്റർ വരെ ആഘാതം മലഞ്ചെരുവുകളിലൂടെ ഇങ്ങനെ സഞ്ചരിക്കും. ഈ മലഞ്ചെരുവുകളിൽ അതുമൂലമുള്ള വിള്ളലുകളുണ്ടാവും, ഫിഷേഴ്സ് ഉണ്ടാവും. ഈ ഫിഷേഴ്സിൽ കൂടെയാണ് വളരെ വലിയ മഴ പെയ്തപ്പോൾ വെള്ളം ഇറങ്ങിയിട്ട് അതിന് താങ്ങാനാകാതെ അങ്ങ് അകലെയായിട്ട് ഉരുൾപൊട്ടിയത്. രണ്ടാമതായിട്ട് തുടർച്ചയായിട്ട് മുകളിലേക്ക് ഇങ്ങനെ ഉരുൾപൊട്ടലിൻ്റെ ആ ഒരു ട്രിഗർ വരികയാണ്. അങ്ങനെയാണ് ഈ വലിയ ഉരുൾപൊട്ടലുണ്ടായത്. ഇപ്പോൾ വളരെ വിചിത്രമായ വാദങ്ങളൊക്കെ ഇറക്കി ഓരോരുത്തർ വരുന്നുണ്ട്. ഇത് ഗ്ലോബൽ വാർമിംഗ് ആണ്, അതുപോലെ തന്നെ ക്ലൈമറ്റ് ചേഞ്ച് ആണ്. പിന്നെ മറ്റൊരു ഹൈപ്പോത്തീസിസ് വരുന്നതെന്ന് പറയുന്നത്, തിയറി വരുന്നതെന്ന് പറഞ്ഞാൽ സോയിൽ പൈപ്പിംഗ് ആണ്. ഇതൊക്കെ ഈ ഗ്ലോബൽ വാർമിംഗ് എന്ന് പറയുന്നത് ആഗോള വ്യാപകമായിട്ടുള്ളൊരു ഫിനോമിനനാണ്. ഇപ്പോൾ ക്ലൈമറ്റ് ചേഞ്ച് എന്ന് പറയുന്നതും അതുപോലുള്ളൊരു ആഗോള വ്യാപകമായിട്ടുള്ള ഫിനോമിനനാണ്. തീർച്ചയായിട്ടും ലോകവ്യാപകമായിട്ടുള്ള ഇത്തരമുള്ള ക്ലൈമറ്റ് ചേഞ്ച് കൊണ്ട് ധാരാളം എക്സ്ട്രീം റെയിൻഫോൾ ഇവൻറ്റ്സ് ഉണ്ടാകുന്നുണ്ട്. പക്ഷേ റെയിൻഫോൾ ഇവിടെ ഉണ്ടായിട്ടുള്ള മഴ എന്ന് പറയുന്നത് അതിഭീകരമായ മഴയായിരുന്നു. ഈ മഴയെ താങ്ങാനുള്ള ശേഷി ആ ഹിൽ സ്ലോപ്പിന് ഇല്ലാതായിപ്പോയി. കാരണം അവിടെ നമ്മൾ നടത്തിയിട്ടുള്ള കയ്യേറ്റങ്ങളും ഖനനങ്ങളും മറ്റ് ആക്ടിവിറ്റികളും എല്ലാം കൂടെ ചേർന്ന് ആ ഹിൽ സ്ലോപ്പ് ദുർബലമായി. കാരണം ഈ മുണ്ടക്കൈ ചൂരൽമല എന്ന് പറയുന്നത് സമുദ്രനിരപ്പിൽ നിന്നും വളരെ ഉയരെയുള്ള പ്രദേശമാണ്. അപ്പോൾ തികച്ചും സ്ലോപ്പിലാണ് ഇതൊക്കെ നിൽക്കുന്നത്. നിരപ്പായ പ്രദേശം എന്ന് പറയുന്നത് തെറ്റാണ്. ശരിക്കും ഒരു സ്ലോപ്പാണത്. ഇങ്ങോട്ടേക്ക് താഴേക്ക് പുഞ്ചിരിമട്ടത്ത് നിന്ന് താഴേക്ക് ഇങ്ങനെ ഒരു സ്ലോപ്പാണത്. ആ സ്ലോപ്പിലാണ് ഈ രീതിയിലുള്ള വലിയ കൺസ്ട്രക്ഷൻസും മറ്റ് കയ്യേറ്റങ്ങളും ഖനനവും ഒക്കെ നടത്തിയിട്ടുള്ളത്. പിന്നെ അത് മാത്രമല്ല കെട്ടിടങ്ങൾ, ധാരാളം കെട്ടിടങ്ങൾ, ബഹുനില കെട്ടിടങ്ങൾ അവിടെ വന്നിട്ടുണ്ട്. സ്കൂളും ഉൾപ്പെടെയുള്ള ധാരാളം കെട്ടിടങ്ങൾ അവിടെ വന്നിട്ടുണ്ട്. യാതൊരു പ്ലാനിങ്ങും കൂടാതെയുള്ള ആക്ടിവിറ്റീസ് ആയിരുന്നു അവിടെ നടന്നിട്ടുള്ളത്. അപ്പോൾ അതൊക്കെ കൊണ്ടാണ് ആ ഒരു പ്രദേശം തന്നെ ദുർബലമായിപ്പോയി. പിന്നെ അത് മാത്രമല്ല കോർപ്പറേറ്റ് പ്ലാന്റേഷൻസും അവിടെ ഉണ്ട്. അവർ വെറുതെ ഇരിക്കുകയല്ലല്ലോ, അവർ തുടർച്ചയായിട്ട് പ്ലാന്റേഷൻ നടത്തുകയും അവിടെ ആ ഭൂപ്രകൃതിയിൽ മാറ്റം വരുത്തുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ചിലതൊക്കെ എനിക്ക് തോന്നുന്നു കയ്യേറ്റം നടത്തിയിട്ട്, സർക്കാർ ഭൂമിയും അല്ലാതെയൊക്കെ കയ്യേറ്റം നടത്തിയിട്ട് അവരുടേതായിട്ടുള്ള ആക്ടിവിറ്റീസ് അവിടെ ചെയ്തിട്ടുണ്ട്. റിസോർട്ട് പണിയുക അല്ലെന്നുണ്ടെങ്കിൽ ഖനനം നടത്തുക തുടങ്ങിയ ആക്ടിവിറ്റീസാണ് കൂടുതലായിട്ട് നടന്നിട്ടുള്ളത്. ഇപ്പോൾ പാവപ്പെട്ടവരാണ് എനിക്ക് തോന്നുന്നു കൂടുതലും മരിച്ചു പോയിട്ടുള്ളത്. ബാക്കിയുള്ള അതിൻ്റെ ഓണേഴ്സും മറ്റുള്ളവരൊക്കെ മറ്റിടങ്ങളിൽ സുരക്ഷിതരായിട്ട് ഇരിക്കുന്നുണ്ടാവും. അതുപോലെ ഈ ക്വാറികൾ എന്നൊക്കെ പറയുന്നത് അവിടെ പൊളിറ്റിക്കൽ കണക്ഷനോ അല്ലെന്നുണ്ടെങ്കിൽ ഉദ്യോഗസ്ഥന്മാരുടെ കണക്ഷനോ ഇല്ലാതെ ഒന്നും ചെയ്യാൻ പറ്റില്ല. കാരണം അവരൊക്കെ ഇതിനകത്ത് കൾപ്രിറ്റ്സ് ആണ്. ഇവിടെ ലോക്കൽ ഇപ്പോൾ ഈ മുതലക്കണ്ണീർ ഒരുക്കുന്ന ഈ ലോക്കൽ പൊളിറ്റീഷ്യൻസും ഈ ഒളിവിലായിരിക്കുന്ന ഈ ഉദ്യോഗസ്ഥന്മാരും പിന്നെ അവരെ സപ്പോർട്ട് ചെയ്യുന്ന വലിയ ഗ്രൂപ്പുകളും അവിടുത്തെ കുറേ റിലീജിയസ് ഗ്രൂപ്പുകളും ഒക്കെ ഇതിൻ്റെ ഭാഗവാക്കുകളാണ്. അവരുടെ കയ്യിലൊക്കെ ഈ രക്തം പുരണ്ടിരിക്കുകയാണ് ഇതിൻ്റെ. അവരൊക്കെ ശവന്തീനി കഴുകന്മാർക്ക് തുല്യന്മാരാണ്. അതുമാത്രമല്ല ഈ ഗാഡ്ഗിൽ കമ്മീഷൻ റിപ്പോർട്ട് വന്നപ്പോൾ ശക്തിയുക്തം അവിടെ വലിയ പ്രശ്നങ്ങളുണ്ടാക്കിയ, കസ്തൂരിരംഗൻ റിപ്പോർട്ട് വന്നപ്പോഴും ശക്തിയുക്തം പ്രശ്നങ്ങളുണ്ടാക്കിയവരൊന്നും ഇപ്പോൾ കാണുന്നില്ല. അപ്പോൾ അവരൊക്കെ ഏത് മാളങ്ങളിൽ കഴിയോ ഒഴിച്ചിരിക്കുകയാണെന്ന് അറിയില്ല. അപ്പോൾ അതൊക്കെ അവരുടെ കയ്യിലെല്ലാം രക്തം പുരണ്ടിരിക്കുകയാണ്. അവരാണ് ഇതിനെല്ലാം ഉത്തരവാദികൾ. അവർക്ക് ഇതിനൊക്കെ സമാധാനം പറഞ്ഞേ പറ്റത്തുള്ളൂ. കേരളം ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഓരോ കേരളീയനും ഇത് ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ഇതൊരു തുടക്കം മാത്രമാണ്.
പല ഭാഗങ്ങളിലും ഇതുപോലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാൻ പോവുകയാണ്. കാരണം ഈ ക്ലൈമറ്റ് ചേഞ്ച് കൊണ്ടുള്ള റെയിൻഫോൾ ഒന്നും എവിടെ നിൽക്കാൻ പോകുന്നില്ല, ഇത് തുടർച്ചയായിട്ട് ഉണ്ടാകാൻ പോവുകയാണ്. അടുത്ത വരും വർഷങ്ങളിലും ഈ അടുത്ത മാസങ്ങളിലൊക്കെ ഇതുപോലുള്ള വലിയ ഇവൻറ്റ്സ് ഉണ്ടാകാൻ പോവുകയാണ്. നമ്മൾ ഇതിനെക്കുറിച്ചിട്ടുള്ള നേരത്തെ തന്നെ ഇതിനെക്കുറിച്ചുള്ള മുന്നറിയിപ്പുകൾ നൽകിയിരുന്നു. കഴിഞ്ഞ 25 വർഷമായിട്ട് ഇതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ പറഞ്ഞ് ബോധിപ്പിക്കാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓരോ ദുരന്തം വരുമ്പോഴും നമ്മൾ കരുതിയത് ശരിയായി വരുന്നല്ലോ എന്നുള്ളൊരു ദുഃഖമാണ് ഇപ്പോഴുള്ളത്. ഇപ്പോൾ ഗാഡ്ഗിൽ കമ്മീഷൻ റിപ്പോർട്ട് വരുന്നതിന് മുമ്പ് തന്നെ, ഏകദേശം 3 വർഷം മുമ്പ് തന്നെ ഇതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു റിപ്പോർട്ട് ഞാൻ മാതൃഭൂമി ആഴ്ചപ്പതിവിൽ എഴുതിയിരുന്നു. അന്ന് ഞാൻ ചോദിച്ചൊരു ചോദ്യം, ഈ പറുദീസ ഇനി എത്ര നാൾ എന്നായിരുന്നു ഞാനൊരു ചോദ്യം ചോദിച്ചത്. കാരണം കേരളം ഒരു പറുദീസയ്ക്ക് സമാനമാണ്. ഈ പറുദീസയുടെ അന്ത്യമെടുത്തു എന്നുള്ള തോന്നലിൽ നിന്നാണ്, അത് ശരിക്കും ഹൃദയത്തിൽ തൊട്ടുകൊണ്ടാണ് ആ ഒരു ലേഖനം ഞാൻ എഴുതിയത്. അത് ശരിക്കും കവർ സ്റ്റോറി ആയിട്ടാണ് മാതൃഭൂമി ആഴ്ചപ്പതിപ്പിൽ വന്നത്. അപ്പോൾ അതിനുശേഷം ഒരു 1.5 വർഷം കഴിഞ്ഞതിന് ശേഷമാണ് ഈ മാധവ് ഗാഡ്ഗിൽ കമ്മീഷനും മറ്റ് റിപ്പോർട്ടുകളൊക്കെ വന്നത്. അപ്പോൾ കേരളീയർക്ക്, ഞാൻ ജനിച്ച് വളർന്നത് കേരളത്തിലാണ്. അപ്പോൾ എനിക്ക് കേരളത്തിനെക്കുറിച്ച് വളരെ, അതിൻ്റെ ഭൂപ്രകൃതിയെക്കുറിച്ചും മനോഹാരിതയെക്കുറിച്ചും ഒക്കെ എനിക്ക് വ്യക്തമായിട്ടറിയാം. കേരളം പോലൊരു പറുദീസ വേറെ എവിടെയും ഇല്ല. അതിനെ സംരക്ഷിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുകയാണ്. അല്ലെന്നുണ്ടെങ്കിൽ വലിയൊരു മഹാദുരന്തത്തിലേക്കാണ് കേരളം കാലെടുത്ത് വെക്കുന്നത്. ഈ ഒരു ദുരന്തം ഒരു തുടക്കം മാത്രമാണ്. ഇനിയും ഇതുപോലെയുള്ള മലയിടിച്ചുകളുകളും അതുപോലെ തന്നെ ജീവഹാനിയൊക്കെ തുടർച്ചയായിട്ടുണ്ടാവും. ഇനിയെങ്കിലും ഈ വെസ്റ്റേൺ ഗാട്ട്സിനെ സംരക്ഷിക്കുകയും അവിടുത്തെ വൃക്ഷങ്ങളെ സംരക്ഷിക്കുകയും ഈ ഇല്ലീഗൽ ക്വാറിങ്ങും മൈനിങ്ങും ഒക്കെ നിർത്തുകയും ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നമ്മളെല്ലാം വലിയ ദുരന്തങ്ങൾക്ക് സാക്ഷിയാകേണ്ടി വരും.